ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. അത് പാർട്ടി വെയറിനും പിന്നെ ബർത്ത്ഡേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക, എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പം ഞാൻ അതിനായിട്ട് ഒരു മെറ്റീരിയൽ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബോഡി പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മെറ്റീരിയൽ. നമ്മളൊരു സറാറ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസ് മെറ്റീരിയൽ വെച്ചാണ് നമ്മളിവിടെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. സറാറ സ്റ്റിച്ച് ചെയ്തത് ചേട്ടത്തിക്കും ഇത് അനിയത്തിക്കും എന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ബോഡി പാർട്ടിനുള്ളത് ഇവിടെ അളന്ന് കട്ട് ചെയ്യുകയാണ്. അപ്പം ഇതുപോലെ നെക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക, 1.25. പിന്നെ നമ്മൾ ഷോൾഡർ 2.5 ആണ്, മൊത്തത്തിൽ 4.5 വരുന്നത്. എന്നിട്ട് ഇവിടെ 4.5 കൈക്കുഴി എടുക്കുക. കൈക്കുഴി 4.5 എടുത്തിട്ട് നമുക്കിവിടെ ബ്രസ്റ്റ് അളവെടുക്കുക. അതിനുശേഷം ഷേപ്പ് അളവെടുക്കുക. അതെല്ലാം കൃത്യമായിട്ട് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. ബ്രസ്റ്റ് അളവ് 7.5, ഷേപ്പ് 6.5 നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. 7.5 8 വരാൻ പാകത്തിന് എടുക്കാം. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കൈക്കുഴിയൊക്കെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ബാക്കിലേക്ക് ഇലാസ്റ്റിക് വയ്ക്കാനുള്ള എക്സ്ട്രാ നമ്മൾ എടുത്തിട്ടുണ്ട്. താഴെ അടിയിലത്തെ പീസ് ഇച്ചിരി കൂട്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ട് ഇതുപോലെ എടുത്ത് വെക്കണം. ഫ്രണ്ട് പാർട്ട് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് നമുക്ക് നെക്ക് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാനുണ്ട്. ഒരു പ്രത്യേക സ്റ്റൈലിലുള്ള നെക്കാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നെക്കെല്ലാം ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് സെൻറ്ററെല്ലാം അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് നെക്കിൻ്റെ ലെങ്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ച് വരച്ച് കൈക്കുഴിയിലേക്ക് ചരിച്ച് വേണം നമ്മളത് വരച്ച് കൊടുക്കാനായിട്ട്. ഇതുപോലെ നമ്മളൊന്ന് വരച്ച് കൊടുത്തിട്ട് അതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഇതാണ് ഡിസൈൻ വരുന്നത്. നമ്മളിത് ഒരു സൈഡിൽ മാത്രമേ നെക്ക് വരുന്നുള്ളൂ, ഒരു സൈഡ് ഓപ്പണിംഗ് ആയിട്ടാണ്. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് വരുന്നത്. ഇതുപോലെ വരും. ഇതുപോലെ നമ്മൾ ബാക്ക് പാർട്ട് ഇതുപോലെ വരും, ഫ്രണ്ട് പാർട്ട് ഇതേപോലെയും വരും. എന്നിട്ട് നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ സെയിം ആയിട്ട് വെച്ച് കൊടുത്തിട്ട് ബാക്ക് നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേ സെയിം അളവിൽ തന്നെ ബാക്ക് പാർട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ലൈനിങ് കട്ട് ചെയ്യണം. ഞാനിവിടെ ആദ്യം സ്കർട്ട് പാർട്ടിലേക്കുള്ള ലൈനിങ് ആണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ എത്രയാണോ ലെങ്ത് വേണ്ടത്, ഫ്രോക്കിന് എത്രയാണോ ലെങ്ത് എടുക്കുന്നത് അതിൽ നിന്നും ഒരു 1.5 ഇഞ്ച് നമ്മൾ കുറച്ചിട്ട് ലൈനിങ് എടുത്താൽ മതി. ഇവിടെ ലൈനിങ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ബോഡി പാർട്ടിനുള്ള ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അതുപോലെ വെച്ച് കൊടുത്ത് അത് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ഫ്രില്ലൊക്കെ എടുത്തിട്ടുണ്ട്. സ്കർട്ടിൻ്റെ നെറ്റിൻ്റെ ഭാഗം താഴെ ഫ്രില്ലെല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് ഒരുപാട് വീഡിയോസിൽ ഫ്രില്ലിടുന്ന കാര്യങ്ങളും എല്ലാം പല ഫ്രോക്ക് ചെയ്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഫ്രോക്കിൻ്റെ സ്കർട്ട് പാർട്ടിനുള്ളത് നമ്മൾ നെറ്റൊക്കെ അടിയിലെല്ലാം ഫ്രില്ലെല്ലാം പിടിപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് ലൈനിങ് ഇവിടെ നമുക്കൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കണം. സ്കർട്ട് പാർട്ടിലുള്ള ലൈനിങ് രണ്ടും കൂടെ യോജിപ്പിച്ചെടുക്കുക. യോജിപ്പിച്ചെടുത്തതിന് ശേഷം താഴ്ഭാഗത്ത് നമ്മൾ മടക്കി അടിക്കണം. ഇതുപോലെ ഞാൻ 2 അടിയൊക്കെ അടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് താഴെ മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ താഴെ നമുക്ക് ഫുള്ളായിട്ട് റൗണ്ടിലും നമുക്ക് മടക്കി അടിക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താതെ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതുപോലെ താഴ്ഭാഗം ഞാനൊന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു ചെറിയ പീസാണ് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ കൊടുക്കുന്നത്. ഒരു സൈഡ് നമ്മൾ ഷോൾഡർ കട്ട് ചെയ്തിട്ടില്ല, ഒരു സൈഡ് മാത്രം ഷോൾഡർ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. ആ പീസ് നമുക്ക് ഇതുപോലെ ഒരു ചെറിയ പീസ് അവിടെ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനുള്ളത് ഞാനിവിടെ ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് മറിച്ചെടുക്കാം. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ മറിച്ചെടുക്കുന്നത്. ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ എടുത്ത് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് മറിച്ചെടുക്കണം. മറിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഒരു സാധനമാണ്. ഇത് വെച്ച് നമുക്ക്
ഇത് എത്ര ചെറിയതായിട്ട് നമ്മൾ അടിച്ചു വെച്ചേക്കുന്നതാണെങ്കിലും അതൊന്ന് മറിച്ചെടുക്കാൻ നമുക്ക് പറ്റും. ഇവിടെ കൊളുത്ത് പോലുണ്ട്, ആ കൊളുത്തിലേക്ക് ഇട്ടിട്ട് അത് നമുക്ക് മറിച്ചെടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ കഴിയും. ഇതുപോലെ നമുക്കൊന്നിട്ട് കയറ്റി കൊടുത്തിട്ട് ഇവിടെ ഒന്ന് കൊളുത്തി കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് തിരിച്ച് വലിച്ചെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് കൊളുത്തി കൊടുക്കുക. മെറ്റീരിയൽസിൻ്റെ അറ്റം കൊണ്ടുവരുമ്പോൾ ഇതുപോലെ ഒന്ന് കൊളുത്തി കൊടുത്തതിന് ശേഷം നമുക്കത് വലിച്ചിങ്ങെടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ കഴിയും. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇതുപോലെ കൊടുത്തിട്ട് നമുക്കത് ചുമ്മാ ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ വലിച്ചാൽ മതി. അപ്പോൾ നമുക്ക് പുറത്തേക്ക് വന്നോളും. ഇതുപോലെ പുറത്തേക്ക് വരും. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ കഴിയും. ഇത് കണ്ടോ, നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കഴിയും. ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഇങ്ങനെ നമുക്കത് മറിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൽ ഷോൾഡറിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ അടിച്ചു മറിക്കുമ്പോഴാണ് നമ്മൾ ഉള്ളിലേക്ക് ഇത് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഫ്രണ്ട് നെക്ക് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ട് കറക്റ്റ് എവിടെയാണോ നമുക്കിത് വെക്കേണ്ടത് അതൊന്ന് അളന്ന് നോക്കിയിട്ട് നമുക്കിത് ഇതുപോലെ കറക്റ്റായിട്ട് ഉള്ളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് വീണ്ടും അടിച്ചു കൊണ്ടുവരാം. അടിച്ചു കൊണ്ടുവന്നിട്ട് നമ്മളത് കൊത്തിട്ടിട്ട് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നെക്കൊക്കെ മറിച്ചെടുക്കുന്ന പോലെ തന്നെ ഇതുപോലെ കൊത്തിട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് കൊത്തിട്ട് കൊടുത്തതിന് ശേഷം അതിനെ നമുക്ക് മറിച്ചെടുക്കാം. ഇതുപോലെ മറിച്ചെടുക്കാം. മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ബാക്ക് പാർട്ട് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ വരും. ഇങ്ങനെയാണ് വരുന്നത്, നെക്കിൽ വരുന്നത്. എന്നിട്ട് നമുക്കത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ലെവലാക്കി വെച്ചിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും സ്ലോയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്ര സ്ലോയിൽ നമ്മളിത് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഇതിനു മുമ്പ് ഒരു ഫ്രോക്കിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ സ്പീഡ് കൂടിപ്പോയെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇതുപോലെ നമ്മൾ ഫ്രണ്ട് നെക്കൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിൽ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എവിടെയാണോ ബാക്കിൽ കറക്റ്റ് എവിടെയാണോ വരുന്നതെന്ന് നമ്മളത് നോക്കിയിട്ട് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്കതൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ മെറ്റീരിയലിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ മെറ്റീരിയൽസിൻ്റെ ഉള്ളിൽ ലൈനിങ്ങിൻ്റെ നല്ല പീസിൻ്റെ ഉൾഭാഗത്തായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് മറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ടത് മറിച്ചെടുക്കുക. ഇതുപോലെ നമുക്ക് അന്നേരം സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ള ഭാഗത്തേക്ക് താഴേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇതുപോലെ അങ്ങനെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് അടുത്ത പീസും നമ്മളിതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അതും ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ നമ്മളതും സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് നമുക്കതും കൊത്തിട്ട് കൊടുത്തെല്ലാം മറിച്ചെടുത്തിട്ട് നമുക്കതിൽ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. കറക്റ്റായിട്ട് വെച്ച് മറിച്ചെടുക്കുക. മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഞാനിതെല്ലാം ഇവിടെ മറിച്ചെടുത്തിട്ടുണ്ട്. നമ്മളെല്ലാം കൊത്തിട്ട് കൊടുത്ത് അത് മറിച്ചെടുക്കുകയാണ്. അത് മറിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെയാണ് വരുന്നത്. അപ്പം നമ്മളിനി സിബ് ഇതുപോലെ പിടിപ്പിച്ച് കൊടുക്കണം. ഇതുപോലെ ബാക്കിൽ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതുപോലെ വെച്ച് നമുക്ക് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അതിന് വൺ സൈഡ് പ്രഷർ ഫൂട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്കിതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം അരികത്ത് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് മറിച്ച് കൊണ്ടുവന്ന് ടീത്തിൻ്റെ അരികെ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ചേർത്ത് വെച്ച് നമുക്കതങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് മറു സൈഡും കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു സൈഡ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മാത്രം നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളൂ. അപ്പോൾ ഈ ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് പിടിക്കുക. എല്ലാം കറക്റ്റാണോ എന്ന് നോക്കുക. മറിച്ചിടുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് വരണം. ആ രീതിക്ക് വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. കറക്റ്റായിട്ട് പിടിച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് അത് മറിച്ചെടുക്കണം. ഇതുപോലെ മറിച്ചെടുക്കാം. മറിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ വരും. അതായത് നമുക്ക് ഈ സൈഡിലും സിബ് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കത് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഫുള്ളായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
വീണ്ടും ഇതിൻ്റെ ടീത്തിൻ്റെ അരികത്ത് കൂടി നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മളതിൻ്റെ അരികെ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ അരികെ ചേർത്ത് വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത്. ഒരു സൈഡിൽ നമ്മൾ ബെൽറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ബാക്കിൽ സിബുണ്ട്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. ഇനി ബാക്ക് നെക്ക് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. വൃത്തിയായിട്ടൊന്ന് സൈഡിൽ കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ചേർത്ത് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഫ്രോക്കിൽ നമുക്ക് സ്ലീവ് ഇല്ല. അപ്പോൾ ഇതുപോലൊരു പൈപ്പിങ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് കൈക്കുഴിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് പൈപ്പിങ് എടുത്ത് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ കൈക്കുഴിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കും. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതുപോലെ മെറ്റീരിയൽ എടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയൽ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ചീത്ത വശത്ത് വെക്കുക. ചീത്ത വശത്ത് നമ്മൾ ആ പൈപ്പിങ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് വെച്ച് കൊടുക്കുക. ഇതുപോലെ മടക്കി കൊടുത്ത് വെച്ചിട്ട് സൈഡ് അരികെ കൂടി ഇതുപോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരിക. കറക്റ്റായിട്ട് വെച്ച് അരികെ കൂടി അടിക്കുക. ഫുള്ളായിട്ട് നമുക്കിതുപോലെ അടിച്ചെടുക്കാം. ഇതുപോലെ അടിച്ചെടുക്കുക. ഇത് ക്രോസ് പീസാണ് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. ക്രോസ് പീസ് ആകുമ്പോൾ നമുക്ക് ഇതുപോലെ പിന്നെ റൗണ്ടിലാണല്ലോ വരുന്നത്. അപ്പോൾ അതൊക്കെ പെർഫെക്ഷനായിട്ട് ഇരുന്നോളും ക്രോസ് പീസ് ആണെങ്കിൽ. അപ്പോൾ ഇതുപോലെ നമുക്കതൊന്ന് അടിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ നമുക്ക് കൊത്തിട്ട് കൊടുക്കണം. കൊത്തിട്ടൊക്കെ കൊടുത്ത് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫുള്ളായിട്ട്. ഇതുപോലെ എക്സ്ട്രാ വരുന്നതൊക്കെ നമുക്കത് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഫുള്ളായിട്ട് ഒന്ന് കൊത്തിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ പുറത്തേക്ക് മടക്കുക. എന്നിട്ടത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു സൈഡിൽ മാത്രമേ നമുക്ക് പിന്നെ കൈക്കുഴി ഉള്ളൂ, ഒരു സൈഡിലില്ല. അപ്പോൾ ആ സൈഡ് മാത്രം നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ വരും. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് നമുക്കിനി സ്റ്റിച്ച് ചെയ്യാനുള്ളത് ബെൽറ്റാണ്. ബാക്കിലേക്ക് വലിച്ചു കെട്ടാനുള്ള ബെൽറ്റ് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടുക. രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് അവിടെ നിർത്തിയിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ രണ്ട് ബെൽറ്റും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്കത് മറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. മറിച്ചെടുത്തിട്ട് രണ്ട് സൈഡിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ രണ്ടും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് മറിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ അടിച്ചു കൊണ്ടുവരാം. ചേർത്ത് വെച്ച് അടിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ ബെൽറ്റ് മറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിൻ്റെ ഉള്ളിൽ ഇതുപോലെ വെച്ചിട്ട് ഫുള്ളായിട്ട് അടിച്ചു കൊണ്ടുവരിക. എന്നിട്ട് നമുക്ക് രണ്ട് സ്റ്റിച്ചിങ് കൊടുക്കാം. ഇതുപോലെ രണ്ട് സ്റ്റിച്ചിങ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു സൈഡ് ഇവിടെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മറു സൈഡും ഒന്ന് അടിച്ചെടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അടുത്ത സൈഡ് നമ്മൾ അടിച്ചു കൊണ്ടുവരിക. രണ്ട് സൈഡും അടിച്ചിട്ട് ഞാനത് മറിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് നമുക്ക് പിന്നെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ നെറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. നെറ്റിൻ്റെ കട്ടിങ്ങിൻ്റെ ഒന്നും കാണിച്ചിട്ടില്ല, ഫ്രില്ലൊന്നും കാണിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസിൽ നെറ്റിൽ അടിയിൽ ഫ്രില്ലൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ പോയി കാണുക. അപ്പോൾ അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ നെറ്റ് സ്റ്റിച്ച് ചെയ്ത് വെച്ചത് നമ്മൾ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ മോൾ ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ നെറ്റ് പോലത്തെ ഇത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് നല്ല ഇതായിട്ട് നിന്നോളും, നന്നായിട്ട് പൊങ്ങി നിന്നോളും. നെറ്റ് നല്ല പെർഫെക്ഷന് വരും. നെറ്റ് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ വരും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. അതിനുശേഷം നമുക്കിതിൻ്റെ ഉള്ളിൽ ഇനി ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെയാണ് വരുന്നത്. എന്നിട്ട് നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് വെച്ച് നമുക്ക് ഞൊറിട്ട് കൊടുക്കാം. ഇതുപോലെ ലൈനിങ് എടുത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉൾഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് എടുത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് റൗണ്ടിനും നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിവിടെ ഇത് ഫുള്ളായിട്ട് റൗണ്ടിനും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇത്ര
ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന് താഴ്ഭാഗത്ത് നമ്മൾ ബട്ടർഫ്ലൈസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു ബട്ടർഫ്ലൈ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന. അതായത് ഇതുപോലത്തെ ബട്ടർഫ്ലൈസ് നമ്മളിതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. ഇതിൻ്റെ കൂടെ ഞാനൊരു ബോയും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, ഒരു ഷൂവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ പോയി കാണുക. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.